Hi everyone, welcome to Commerce World. സെമസ്റ്റർ M.Com മാനേജ്മെന്റ് സയൻസ് എന്ന സബ്ജക്റ്റ് നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നമുക്ക് ഇതിൽ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് ക്യൂയിങ് തിയറി ഓർ വെയിറ്റിംഗ് ലൈൻ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ വരുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത് ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് പഠിക്കുക. ദെൻ അതേപോലെ തന്നെ അതിന്റെ കസ്റ്റമേഴ്സ് ബിഹേവിയർ ക്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 പറയുന്നുണ്ട്, അതും ദെൻ അതിന് ശേഷം അതിന്റെ ഫീച്ചേഴ്സ് നോക്കുക. ഓക്കെ, ഫീച്ചേഴ്സ് ഓർ എലമെന്റ്സ് അതാണ് നിങ്ങൾക്ക് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ ഇതിൽ വരുന്ന പ്രോബ്ലംസ് വന്നിട്ട് അങ്ങനെ എക്സാംസിന് ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. സോ മെയിൻ ആയിട്ട് ഈ തിയറി നോക്കി വെക്കുക. ഓക്കെ, സോ നമുക്ക് ഇതിൽ ആദ്യം വരുന്നത് ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഈ ക്യൂസ് എന്ന് പറയില്ല, അതാണ് നമ്മളുടെ ഈ ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ക്യൂയിങ് തിയറി എന്ന് പറയുന്നത് മേക്കിംഗ് ദ പ്രിഡിക്ഷൻ അബൌട്ട് ഹൗ ദ സിസ്റ്റം ക്യാൻ അഡ്ജസ്റ്റ് വിത്ത് ദ ഡിമാൻഡ്, അതായത് ഡിമാൻഡിന് അനുസരിച്ച് ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ തന്നെ ആ ഡിമാൻഡിന്റെ ബേസിസിൽ എങ്ങനെയാണ് ഒരു സിസ്റ്റം പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഈ ക്യൂയിങ് തിയറി എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ദ അനാലിസിസ് ഓഫ് ക്യൂസ് ആൻഡ് ക്യൂയിങ് ബിഹേവിയർ. ഇത് രണ്ടും തമ്മിലുള്ള ഒരു അനാലിസിസ് കൂടിയാണ് ഈ ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. സോ ഇതിൽ നമ്മുടെ കുറെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസും അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ മോഡൽസും തിയറീസും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ് ഈ ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ക്യൂയിങ് തിയറി നമ്മൾ യൂസ് ചെയ്യുന്നത് ബിസിനസ്സിൽ, ഇൻഡസ്ട്രീസിൽ, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനിൽ, പോസ്റ്റൽ സർവീസ്, എയർപോർട്ട് എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മറ്റുള്ള ഫീൽഡ്സ് ലൈക്ക് സിനിമ ടിക്കറ്റിന്റെ വിൻഡോസ്, ബാർബർ ഷോപ്പ്, ദെൻ അതേപോലെ തന്നെ റെസ്റ്റോറന്റ് എന്നുള്ള എല്ലാ കാര്യങ്ങളിലോട്ടും നമ്മൾ ഈ ക്യൂയിങ് തിയറീസ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ വരുന്നതിന്റെ അപ്ലിക്കേഷൻസ് ആണ്. അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാനും മിനിമൈസ് ചെയ്യാനുമാണ് ഈ ക്യൂയിങ് തിയറി നമ്മൾക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്കെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ഫ്രം ദ ബിസി എയർപോർട്സിന് വേണ്ടിയിട്ട് സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇഷ്യൂ ആൻഡ് റിട്ടേൺ ഓഫ് ദ ടൂൾസ് ബൈ വർക്ക്മാൻ ഫ്രം ടൂൾ ക്രൈബ് ഇൻ ഫാക്ടറീസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കെയർസ്, വാർ മെറ്റീരിയൽസിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. വർക്ക്സ് ആൻഡ് ജോബ്സ് ഇൻ പ്രൊഡക്ഷൻ കൺട്രോളിന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കമ്പോണൻസ് അസംബ്ലിംഗ്, ലൈനായിട്ട് അസംബ്ലിംഗിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഈ റൗണ്ടിങ്, സെയിൽസ്മാന്റെ റൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് സ്കെഡ്യൂളിംഗിൽ വരുന്നത്. ദെൻ മിനിമൈസിംഗ് എന്ന് പറയുമ്പോൾ കൊഗേഷൻ ഡ്യൂ ടു ദ ട്രാഫിക് ഡിലേ അറ്റ് ദ ടൂൾ ബൂത്ത്സിൽ വന്നിട്ടാണ് നമ്മളുടെ മിനിമൈസിംഗ് വേണ്ടിയിട്ട് നമ്മളുടെ ക്യൂയിങ് തിയറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ അപ്ലിക്കേഷൻസ് ആണ്. ഈ ഡെഫിനേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയുന്നതാണ്. ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കസ്റ്റമേഴ്സ്, സെർവർ, സിസ്റ്റം, ടൈം സ്പെൻഡ് എന്നുള്ള പറയുന്ന കുറെ കാര്യങ്ങളാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കസ്റ്റമേഴ്സ് ബിഹേവിയർ ഇൻ ക്യൂസ് ആണ്. സോ ഇതിൽ 4 വരുന്നത്. ഒന്ന് വന്നിട്ട് ബാൾഗിങ് എന്നുള്ളതാണ്. സോ ഈ ബാൾഗിങ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ വന്നിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് വന്നിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് വരി നിൽക്കുകയാണ്. ഓക്കെ, ക്യൂല് നിൽക്കുകയാണ്. ആ ക്യൂല് നിൽക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ആ ക്യൂസ് വന്നിട്ട് കംപ്ലീറ്റ് ആണ്, ഇനി അവിടെ നിൽക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലോ, അല്ലെങ്കിൽ അവർക്കിനി അവിടെ നിൽക്കാനുള്ള ടൈം ഇല്ല എന്നുള്ള സാഹചര്യത്തിലോ അവിടെ നിന്ന് മാറി വരുന്നതിനെയാണ് ബാൾഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ബാൾഗിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമത്തത് റിഗിങ് ആണ്. റിഗിങ് എന്ന് പറയുമ്പോൾ ക്യൂസ് ബിക്കോസ് ഓഫ് ഇംപേഷ്യൻസ് കൊണ്ട് ആ ക്യൂന്ന് മാറി വരുന്നതിനെയാണ് നമ്മളുടെ റിഗിങ് എന്ന് പറയുന്നത്. ദെൻ ജോഗിങ് എന്ന് പറയുമ്പോൾ അതായത് ഒരു ക്യൂ നിന്ന് ഇന്നൊരു ക്യൂലോട്ട് ജമ്പ് ചെയ്യുക. അതായത് ഇപ്പൊ 2 വരി നിൽക്കുകയാണ്, 2 വരി നിൽക്കുന്ന സമയത്ത് ഒന്നിൽ തിരക്കാണ്, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി അവിടെ നിന്ന്, അപ്പൊ അവിടെയും കൂടുതൽ ആൾക്കാർ വന്നു, അപ്പൊ അവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് വന്നു, അങ്ങനെ ഒരു ക്യൂ നിന്ന് ഇന്നൊരു ക്യൂലോട്ട് ജമ്പ് ചെയ്യണതിനെയാണ് ഈ ജോഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ട് കൊളൂഷൻ ആണ്. കൊളൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇപ്പൊ നടന്ന സമയത്ത് ഇപ്പൊ ഒരു ടൊമാറ്റോസ് മൊത്തവും കൊണ്ടുവന്ന ആ പേഴ്സൺസ് ഉണ്ട്, അതേപോലെ തന്നെ പൊട്ടാറ്റോസ് കൊണ്ടുവന്ന പേഴ്സൺസ് ഉണ്ടെന്ന് വെക്കാം. അതിൽ വന്നിട്ട് പൊട്ടാറ്റോസ് കൊണ്ടുവന്ന ഓരോ ആൾക്കാരും ഒരു ക്യൂസിൽ ഓരോരോ ആൾക്കാരായിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ ടൊമാറ്റോസ് കൊണ്ടുവന്ന ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് ആ ഒറ്റ ഒരാൾ വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. ആ ടൊമാറ്റോസ് അങ്ങോട്ട് കൊടുത്തിട്ട് പൈസ കിട്ടായിരിക്കും. അതായത് ടൊമാറ്റോസിന് ഒരു ഗ്രൂപ്പിന് ഒറ്റ ഒരാളായിരുന്നു റെപ്രസെന്റ് ചെയ്തത് അല്ലേ. അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് എല്ലാവരും കൂടി എത്ര kg ആണോ കൊണ്ടുവന്നത് അതിന്റെ ബേസിസിൽ നമ്മൾ പൈസ മേടിച്ചിട്ട് അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. അല്ലാതെ ഓരോരോ ആൾക്കാരായിട്ട് നിൽക്കുകയാണെങ്കിൽ 5 കിലോ കൊണ്ടുവന്ന ഒരാൾക്കാർ ഒരു വരി, 10 കിലോ കൊണ്ടുവന്ന ആള് ബാക്കിൽ നിൽക്കുക, ദെൻ 15 കിലോ, അങ്ങനെ ഓരോരോ ആൾക്കാർ വരുന്ന സമയത്ത് അത് ഡിലേ ആകും അല്ലെ. സോ അതാണ് നമ്മുടെ കൊളൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ ബേസിസിൽ, അതായത് ഒരു ലൈക്ക് ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സിനിമ ടിക്കറ്റ് ആണ് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ഫ്രണ്ട്സ് 10 ആൾക്കാരായിട്ട് പോവുകയാണെങ്കിൽ
ഒരു പേഴ്സണായി ടിക്കറ്റ് എടുക്കും, ദെൻ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കും. അതാണ് കൊളൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ 4 ബിഹേവിയേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ഓർ എലമെന്റ്സ് ആണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. മൊത്തം 4 എലമെന്റ്സ് ആണ് വരുന്നത്. ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് ദ ഇൻപുട്ട് പ്രോസസ് ഓർ ദ അറൈവൽ എന്നുള്ളതാണ്. ഇൻപുട്ട് പ്രോസസ് ഓർ ദ അറൈവൽ എന്ന് പറയുമ്പോൾ ഇത് വന്നിട്ട് ഒന്നില്ലെങ്കിൽ ഫിനൈറ്റ് ആവാം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആവാം. ഫിനിറ്റ് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ദെൻ അതേപോലെ തന്നെ the input describes the way in which the customers arrived for join the system. അതായത് ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യണത് എന്നുള്ളതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് ഈ ഇൻപുട്ട് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളുടെ മാനുഫാക്ചറിങ് എടുക്കുന്ന സമയത്ത് ഒരു മാനുഫാക്ചറിങ് നടന്നു പോകാനായിട്ട് എങ്ങനെയാണ് ഈ ഇൻപുട്ട്, അതായത് എങ്ങനെയാണ് ഒരു സോഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് പറയല്ലോ, അതിനെയാണ് നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ അറൈവൽ എന്ന് പറയുന്നത് റെഗുലർ ആയിരിക്കാം അല്ലെങ്കിൽ റെഗുലർ ഇന്റർവെൽസിലായിരിക്കും മാക്സിമം നടക്കുന്നത്. മേ ബി ഇറഗുലർ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമ്മൾക്ക് പോർഷൻ ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ നമ്മളുടെ പ്രോബബിലിറ്റിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. പോർഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ. ഓക്കെ, അതിന്റെ ബേസിസിലായിരിക്കും നമ്മളുടെ ഇൻപുട്ട് പ്രോസസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത് വരുന്നത് സർവീസ് മെക്കാനിസം ആണ്. സർവീസ് മെക്കാനിസം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ടൈമും സർവീസും ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ സർവീസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് either ഫിക്സഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ചാനലിലൂടെ ആയിരിക്കും. ഒന്നെന്ന് പറയുന്നത് 1 queues ആണ്. 1 queues എന്ന് പറയുമ്പോൾ ഒരു സർവീസ് മാത്രം കൊടുക്കുന്നതായിരിക്കും. ദെൻ ഇന്നൊരു 1 queue എന്ന് പറയുന്നത് സെവറൽ സർവീസ് സ്റ്റേഷൻസ് ഉണ്ടാകും. സെവറൽ ക്യൂസ് എന്ന് പറയുമ്പോൾ 1 സർവീസ് സ്റ്റേഷൻ ആയിരിക്കും. മെനി ക്യൂസ് ആൻഡ് മെനി സർവീസ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് മൾട്ടി ചാനൽ ഫെസിലിറ്റീസിലൂടെ ആയിരിക്കും. ഓക്കെ, ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ദെൻ ക്യൂസ് ഡിസിപ്ലിൻ ഓർ സർവീസ് ഡിസിപ്ലിൻ ആണ്. ക്യൂസ് ഡിസിപ്ലിൻ ഓർ സർവീസ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സോ ഇതെന്ന് പറയുന്നത് ഇഫ് എനി ഓഫ് ദ സർവീസസ് ഫെസിലിറ്റേറ്റ് ഇസ് ഫ്രീ ദ ഇൻകമിംഗ് കസ്റ്റമർ ഇസ് ടേക്കൺ ഇൻ ടു സർവീസ് ഇമീഡിയറ്റ്ലി. അതായത് ഒരു സർവീസ് ഫ്രീ ആണെങ്കിൽ ആദ്യം വരുന്ന ആൾക്കാർ ആ സർവീസ് എടുത്തുകൊണ്ട് പോകും. അതേപോലെ തന്നെ എല്ലാ സർവീസസ് വന്നിട്ട് നമ്മൾ ബിസി ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിൽ ക്യൂ നിന്ന് തന്നെ മേടിക്കണം, അല്ലാതെ ചുമ്മാ ഒന്നും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് വെക്കുകയാണെങ്കിൽ ഓരോരോ ആൾക്കാർ ക്യൂ നിന്ന് അതിന്റെ ബേസിസിലായിരിക്കും എടുത്തോണ്ട് പോകുന്നത്. സോ മേ ബി ഹാൻഡിൽഡ് ഇൻ ദ നമ്പർ ഓഫ് വേസ് ആസ് സർവീസ് ബിക്കം ഫ്രീ. അതായത് ഇങ്ങനെ ക്യൂ നിന്ന് ഓരോരോ ആൾക്കാരെ മേടിക്കുന്നതിനെക്കാട്ടിലും ആരാണോ വരുന്നത് അവരെടുത്തോണ്ട് പോയിക്കോട്ടെ എന്നുള്ളതിന് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിനാണ് ഈ ക്യൂ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ ഇതിൽ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട്, അതായത് ആദ്യം ആരാണോ പോകുന്നത് ആ പേഴ്സൺ സർവീസ് എടുത്തോണ്ട് പോട്ടെ എന്നുള്ളതാണ് ആദ്യത്തെ പറയുന്നത്. ദെൻ ലാസ്റ്റ് വരുന്ന ആൾക്കാർ ഫസ്റ്റ് ആയിട്ട് വരുന്ന സർവീസസ് എടുത്തോണ്ട് പോട്ടെ എന്നുള്ളത് പറയുന്നത് ഇന്നൊന്ന് ആകും, ആ ഹെഡ് ആയിരിക്കും തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ദെൻ നാലാമത്തത് വരുന്ന നമ്മുടെ ഔട്ട്പുട്ട് ക്യൂസ് ആണ്. ഔട്ട്പുട്ട് ക്യൂസ് എന്ന് പറയുന്നത് ക്യൂസ് ഡസ് നോട്ട് പോസ് എനി പ്രോബ്ലം ഫോർ ദ കസ്റ്റമർ ഹൂ ലീവ് ആഫ്റ്റർ ഗെറ്റിംഗ് സർവീസസ്. അതായത് ആഫ്റ്റർ ഗെറ്റിംഗ് സർവീസസിൽ വന്നിട്ട് ഏതൊരു പ്രോബ്ലത്തിലും വന്നിട്ട് കസ്റ്റമേഴ്സ് വന്നിട്ട് ലീവ് ആകാനോ അതേപോലെ തന്നെ ഏതൊരു പ്രോബ്ലത്തിൽ ഇൻക്ലൂഡ് ആവാനോ പാടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. അതേപോലെ തന്നെ ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് വെൻ ദ സിസ്റ്റം ഈസ് മൾട്ടി സ്റ്റേജ് ചാനൽ ഫെസിലിറ്റീസ് ബിക്കോസ് ബ്രേക്ക് ഡൗൺ ഓഫ് ദ സർവീസ് സ്റ്റേഷൻ ക്യാൻ ഹാവ് റിഗ്രഷൻസ് ഓൺ ദ ക്യൂസ്. അതായത് അത് മൾട്ടി സ്റ്റേജ് ചാനൽസ് ആണെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എത്രത്തോളം സർവീസ് സ്റ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് നോക്കാനും അതിന് നമ്മളുടെ റീപ്രഷൻസ് ചെയ്യാനും ഉള്ള ഒരു ക്യൂസ് നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഔട്ട്പുട്ട് ക്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ പാക്കേജിംഗ് ഒക്കെ ചെയ്ത് വരുന്നതിന് ശേഷം ആ പാക്കേജിംഗ് ഒക്കെ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കത്തില്ലേ, അതാണ് നമ്മളുടെ ഔട്ട്പുട്ട് ക്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.